കൈലാസേട്ടൻ്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, ഹി നോസ് ഹൗ മച്ച് ഇറ്റ് മീൻസ്. കവിൾ തടം നനഞ്ഞൊരാകാശമായി ഇതാ തിരഞ്ഞിതാ അന്ന് ഇത്തിരി ഒരു മനസ്സ് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടു കോംപ്ലെക്സ്. പുലർമഞ്ഞു അതുപോലത്തെ ഒരു പാട്ട് അതേ കമ്പോസറിന്റെ പാടാൻ കിട്ടി. ദാറ്റ് വാസ് ലൈക്ക് ദി ഓൺലി സ്ട്രൈക്കിംഗ്. ഓരോ നാളു കൊഴിയും നേരം മറന്നിന്നെ ഞാൻ തന്നെ മിടിപ്പാകെ നീയാണേ അറിഞ്ഞില്ലേ നീ. ഡീപ് ഡൈവിൽ ഇന്ന് നമ്മോടൊപ്പം പ്ലേബാക്ക് സിംഗർ ശ്രുതി ശിവദാസ്. നമസ്കാരം. നമസ്കാരം. കഥക് സോങ് വമ്പൻ തരംഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു സിനിമയെ കണ്ടിറങ്ങുന്ന അല്ലെങ്കിൽ സിനിമ ആരാധിക്കുന്ന ആൾക്കാർ, ചിന്ന ചിന്നാസയെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിലും പാട്ടുകളെ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിലും ഈക്വലി കലക്കി എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനത്തെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ അഭിപ്രായങ്ങൾ കേട്ടത് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. എന്താണ് തോന്നുന്നത് ഇപ്പോൾ ആളുകൾ നല്ലത് പറയുമ്പോൾ? ഒരുപാട് സന്തോഷം. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഒരു സിംഗേഴ്സ് സോങ് എനിക്ക് പാടാൻ കിട്ടുന്നത്. കൂടുതലും ഞാൻ പാടിയിരിക്കുന്ന സിംഗേഴ്സ് കോൺട്രിബ്യൂഷനുള്ള സോങ്സ് ഉണ്ട്, പക്ഷെ കൂടുതലും സിറ്റുവേഷൻ ആയിരിക്കാം ആ സോങ്ങിനേക്കാളും ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ പ്രോഗ്രാമിംഗ് ആയിരിക്കാം അതിൻ്റെ ഹൈലൈറ്റ്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു സിംഗറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് വന്നത്. സോ പ്രിറ്റി ഹാപ്പി. അതിൻ്റെ റെൻഡറിങ് എല്ലാവർക്കും ഇഷ്ടമായതിലൊക്കെ സന്തോഷം. ഈ ഗോവിന്ദേട്ടൻ്റെ പാട്ടുകൾ പാടുക എന്നുള്ളത് ഒരു വളരെ നാളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവസാനം ഗോവിന്ദേട്ടനെ പിടികൂടിയത്? ചേട്ടാ എനിക്കൊരു പാട്ട് തരണം ചേട്ടാ എന്ന് പറഞ്ഞില്ല. അത് ആക്ച്വലി ആള് ഭയങ്കര തീരെ റീച്ച് ചെയ്യാൻ ഈസി അല്ല. കാരണം പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലോ ഞാൻ ഒരുപാട് കോൺടാക്ട്സ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഓരോ കമ്പോസേഴ്സിന്റെ സോങ്സ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പാടി അവരെ ടാഗ് ചെയ്ത് അപ്പൊ അവര് കാണുന്നു, അപ്പൊ അവര് ഓക്കെ നമുക്ക് അങ്ങനെയാണ് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയല്ല. ആക്ച്വലി ഇതിന്റെ ഡയറക്ടർ ത്രൂ ആണ്, വർഷ ചേച്ചി ത്രൂ ആണ് ഞാൻ ഈ പ്രോജക്റ്റിൽ വരുന്നത്. കഥക് സോങ്ങിന്റെ 2 വരി നമുക്ക് വേണ്ടി. बसे तुम इत्र की तरह, तुम इश्क की तरह, नंदलाल ब्रज गोपाल कान्हा, कह रही है दिल का हाल आना, ये तेरी राधा, ये तेरी मीरा, ये तेरी गोपिका, ये तेरी राधिका. വർഷ ചിന്ന ചിന്നാസയെ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ മുന്നേ തന്നെ ശ്രുതിയുമായിട്ട് വലിയ കമ്പനി ഉണ്ട്. അതായത് നിങ്ങള് ഫ്ലാറ്റ്മേറ്റ്സ് ആയിരുന്നു. അത് മാത്രമല്ല സഹോദരങ്ങൾ മൂടാണ് ഇപ്പോഴും, അതെ അന്നും അതെ. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വലിയൊരു എന്താ പറഞ്ഞ ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കൂടപ്പിറപ്പിന്റെ പടം ഇത്ര ആഘോഷിക്കപ്പെടുന്ന കാണുമ്പോഴേ ഭയങ്കര സന്തോഷം. കാരണം ഐ ന്യൂ, നമുക്കറിയാം ഇവരത് ഒരു ദിവസം ചെയ്യുമെന്ന്. എന്റെ കൂടെ ഹരിത എന്ന് പറഞ്ഞ ലിറിസിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സോങ്സ് ഹരിത ഹരിബാബു ഞങ്ങൾ 3 പേരായിരുന്നു ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നേ. കാരണം അന്ന് എന്റെ നാരായണിക്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം വർഷ ചെയ്തപ്പോ അതില് ഹമ്മിങ്സ് ഞാൻ പാടി, ലിറിക്സ് എഴുതിയത് ഹരിതയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു പ്രോജക്റ്റിൽ അസോസിയേറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഒരു കൂട്ടായ്മ, അതെ, ഒരു റൂഫിന്റെ താഴെ നിൽക്കുക എന്നുള്ളൊരു സംഭവം അങ്ങനെയാണ് വന്നത്. അപ്പോൾ അന്ന് തൊട്ടേ നമുക്കറിയാം. കാരണം എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ഒരു സംഭവം കൺവേ ചെയ്യാനുള്ള ഒരു എസ്തറ്റിക് എന്ന് പറയില്ലേ, അത് വർഷേച്ചിക്ക് ഭയങ്കരമായിട്ടുണ്ട്. 1-2 എന്റെ ആ സമയത്തൊക്കെ എന്റെ 1-2 കവേഴ്സ് ഒക്കെ വർഷേച്ച് ചെയ്തത് അതൊക്കെ നല്ല രസമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു തല ഉപയോഗിച്ച ഒരാളുടെ. അപ്പോൾ വി ന്യൂ ഷീ വിൽ ഡു ദിസ്. പിന്നെ ഭയങ്കര നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. കാരണം നോ ബാക്ക്ഗ്രൗണ്ട്,
നോ ഗോഡ് ഫാദർ, അങ്ങനത്തെ ഒരു ലേഡി, ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്കും ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ, ഐ എം സോ ഹാപ്പി. സോ അറിയായിരുന്നത് എപ്പോഴെങ്കിലും നടക്കുന്ന, പക്ഷേ നൗ ഇറ്റ്സ് ലൈക്ക് യെസ്, ഇറ്റ് ഹാപ്പൻ. ഞാനേ നമ്മുടെ ഇന്ത്യവുഡ് ടീമിന്റെ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രുതി വരുന്നു നമ്മൾ ഈ ആന വരുന്നു എന്ന് പറയുന്നത് പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, അല്ലെ പുലി വരുന്നു അങ്ങനെ അങ്ങനെ അത് കൊള്ളാം. അപ്പൊ പുലി വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ ഞാൻ ടീമിന്റെ അടുത്ത് പറയുമ്പോഴൊക്കെ എല്ലാവരും കൂടി ആവശ്യപ്പെട്ടൊരു കാര്യം, നമ്മുടെ ലാലേട്ടന്റെ പരസ്യം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ സുന്ദരൻ, ത്രിലോക സുന്ദരൻ, വിൻസ് മെരഡ്. അപ്പൊ അത് കേട്ട് അതിന്റെ കവർ ആക്ച്വലി ഒറിജിനൽ പാടിയിരിക്കുന്ന സംഗീത ചേച്ചിയാണ്, സംഗീത ശ്രീകാന്ത്. അതിന്റെ ഒരു കവർ വേർഷൻ ശ്രുതി പാടിയത് കേട്ടിട്ട് ഇങ്ങനെ കിടുങ്ങിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അത് പാടിപ്പിക്കണം എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരെയും കൂട്ടമായ അഭ്യർത്ഥന പ്രകാരം അത് പാടിയാലും. ഇന്ദുയുതയാം നിശയും ഇന്ദിരാതി രാവവും മന്ദ മാരുദനും ചാരു മലജാലേ പനവും കുന്തജാതി സോമങ്ങളും കോമളാംഗി സഖി ലോകസുന്ദരൻ സുന്ദരൻ സുന്ദരൻ വരാഞ്ഞാലേ ചൊൽക കിമ്മേ പ്രയോജനം അളിവേണി എന്തോ ചേവോ അത് എന്താ ഭയങ്കര രസമായിട്ട് വന്നു, അതായത് നമുക്ക് വേണ്ടി പാടിത്തന്നു എന്നുള്ളതിലാണ് ശ്രുതിയോട് നമ്മൾ നന്ദി പറയുന്നത്. ഞാൻ ഈ സോങ് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഫിലിം സോങ്സ് ഒക്കെ പാടുക, വേറെ ചില സോങ്സ് ഒക്കെ ചോദിക്കാറില്ല, ഈ സോങ് ആരും പാടുന്നത് ആദ്യമായിട്ടാണ് ഈ കവറിനെ കുറിച്ച് ഒരാള് പാടാൻ പറയുന്നത്. ആ ക്രെഡിറ്റ് എന്തായാലും ഇന്ത്യവുഡ് ടീമിൽ ഇരിക്കട്ടെ എന്നല്ലേ. എടുത്തോളൂ. ശ്രുതി, ഇപ്പോൾ നമ്മൾ ഓരോ പാട്ടുകൾ നോക്കിയിട്ടുണ്ടല്ലേ, പല ടൈപ്പ് ടച്ചസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള പാട്ടുകൾ പാടാനായിട്ട് ശ്രുതിക്ക് സാധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ആഴിത്തിരമാല എന്നുള്ള പാട്ട്, രാഹുലേട്ടൻ്റെ പാട്ട് എടുത്താൽ അതിനകത്ത് കുറേ മെലഡി പോർഷൻസും വെസ്റ്റേൺ സ്റ്റൈലിൽ പാടിയിട്ടുണ്ട്. രാഹുലേട്ടൻ്റെ തന്നെ വിരൽ തൊടും എടുത്തിട്ടുണ്ടെങ്കിൽ ഗസൽ ഒരു സിംഗിങ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തേൻതുള്ളി ആണെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മലയാളം ലൈറ്റ് മ്യൂസിക് ടച്ചസ് ആണ് അതിനകത്ത് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ, അതായത് പാടുന്ന ആളങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു പല പല സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. എനിക്ക് ലിസണിങ് ഉണ്ട് നല്ലപോലെ, പല ടൈപ്പ് ഓഫ് പല ലാംഗ്വേജസ് ഒക്കെ കേൾക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം നമ്മൾ ചില അവർ ഇത് കമ്പോസ് ചെയ്ത് നമുക്ക് കേൾപ്പിക്കുമ്പോൾ നമ്മളത് പെർസീവ് ചെയ്യുമ്പോൾ ഓക്കെ ഇതിന് ചിലപ്പോൾ വെസ്റ്റേൺ ആക്സെന്റ് കൊടുക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതിനെ കുറച്ച് അത് നമ്മൾ പെർസീവ് ചെയ്യുന്നതിൻ്റെയാണ്. ഐ തിങ്ക് ഇറ്റ്സ് മെയിൻലി ബിക്കോസ് ഞാൻ ഒരുപാട് ടൈപ്പ് ഓഫ് സോങ്സ് ലിസൺ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. ഈ പാട്ട് പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്നത്? അതായത് കുഞ്ഞിനെ മുതൽ പഠിച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ? ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 3-3.5 വയസ്സ് തൊട്ടേ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛനല്ല, വിട്ടു. എന്റെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയുടെ കസിൻ ആണ് ആക്ച്വലി, ജയലക്ഷ്മി മാം ആണ്. ഞാൻ പഠിച്ചതൊക്കെ ഖത്തറിലായിരുന്നു, സ്കൂളിംഗ് ഒക്കെ അവിടെയായിരുന്നു. അപ്പോൾ മാം അവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ടീച്ചേഴ്സിൽ ഒരാളാണ് പുഷ്പാവതി മാം, പുഷ്പാവതി മാം. അവിടെ ഞാൻ ഖത്തറിലായിരുന്നപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മങ്ങാട് നടേശൻ സാർ, വൈക്കം ജയചന്ദ്രൻ സാർ, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാര്, നീണ്ട നിര. ഈ പുഷ്പവതി ചേച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ്, പുഷ്പവതി ചേച്ചിയുടെ നമുക്ക് വോക്കൽ എന്താ പറഞ്ഞ വേറൊരു രസമുള്ളൊരു സൗണ്ട് ആണല്ലോ. പുഷ്പവതി ചേച്ചിയുടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചില പാട്ടുകളുണ്ടല്ലോ, പുഷ്പവതി ചേച്ചി സിനിമയിൽ പാടിയിട്ടുള്ളതാണെങ്കിലും ഏതെങ്കിലും 1-2 വരികൾ നമുക്ക് വേണ്ടി പുഷ്പവതി ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പാടാൻ പറ്റുമോ? ആക്ച്വലി എനിക്ക് ഈ സോങ് ഹാലാഗ്യം തന്നെ പാട്ട്, അതിന്റെ 4 വരി പാടാം. എനിക്ക് അത്ര ഞങ്ങളത് പാടാറുണ്ട് ലൈവിനൊക്കെ, ഭയങ്കര ഓളമാണ് ഇത്. പാതിച്ചിരി ചന്ദ്രികയെ
14ന്റെ ചേലൊളിയേ രാക്കനിയേ താരകമേ മതി പോലെ പ്രകാശിതയേ അഴകാലേ വിഭൂഷിതയേ അലിവാലേ അലങ്കൃതയേ അഴകാലേ വിഭൂഷിതയേ അലിവാലേ അലങ്കൃതയേ മധുരക്കിനാവിൻ്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ പാട്ടാണ്. അതെ, നമ്മൾ ഇനി നേരെ പ്ലേ ബാക്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്, അതായത് രാഹുലേട്ടൻ്റെ പാട്ടും എനിക്ക് ഈക്വലി ഇഷ്ടമാണ് കേട്ടോ. രാഹുലേട്ടൻ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്താണ് അങ്ങനെ വിചാരിക്കണ്ടോ? തേൻതുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കൈലാസേട്ടൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഈ എനിക്ക് തോന്നുന്നു ശ്രുതിയും എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു കോവിഡ് കാലത്ത് വന്ന് കിട്ടിയ അല്ലെ കയ്യിൽപ്പെട്ടൊരു മുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതൊരു കോവിഡ് കാലത്ത് കേൾക്കുന്നത്, അതായത് നമ്മളിങ്ങനെ കോവിഡ് കാലത്ത് എല്ലാവരും അടച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അറിയുന്നു സിബി മലയിൽ സാറിന് ഒരു പടം വരുമെന്ന് അറിയുന്നു. അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സിബി മലയിൽ സാറ് അത്രയും നാള് കോമ്പിനേഷൻ കൊടുക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് വേറെ വേറെ. ഇപ്പൊ ബിജി ബാലേട്ടനായിട്ട് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ നിന്ന് ബോളിവുഡിൽ നിന്ന് ആനന്ദ് ആനന്ദ് സാർ വന്ന് സിബി മലയിൽ സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഔസേപ്പച്ചൻ സാറ്, അങ്ങനെ പലരും, വിദ്യാസാഗർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് ഒരു യങ്സ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാനതിങ്ങനെ അപ്പോൾ പൊളിയായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കേട്ട് നോക്കുന്ന ഫസ്റ്റ് കേട്ട പാട്ട് നിഷാദേട്ടനും ശ്രുതിയും കൂടി പാടിയ പാട്ടാണ് തേൻതുള്ളി. അപ്പോൾ അതൊരു ഗംഭീര മെലഡിയാണത്. അതിനകത്ത് ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ പാടിയിട്ട് എൻ്റെ റെക്കോർഡിങ്ങിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഓർമ്മയുണ്ടോ, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. പിന്നെ തീർച്ചയായും ഞാനൊരുകും താഴ്വാരത്തിൽ കെടാതെരിഞ്ഞ വിചാരവിൻതിരിയെ പാതിരകൾ മായും നേരം മറഞ്ഞു പോകരുതേ പൂവിൻ്റെ കണ്ണിൽ സൂര്യാംശു പോലെ എന്നെന്നും എന്നിൽ തെളിഞ്ഞു നിന്നിടുമോ ഓരോ നാളു കൊഴിയും നേരം മറന്നിന്നെ ഞാൻ തന്നെ മിടിപ്പാകെ നീയാണേ അറിഞ്ഞില്ലേ നീ രാമുല്ലമെല്ലെ വാർനിലവിൻ കാതില ഓതും സ്വകാര്യം വെൺപകലിൻ പൂക്കള. എങ്ങനെയായിരുന്നു റെക്കോർഡിങ്? അതായത് നമ്മളെല്ലാവരും അടച്ചിരിക്കുന്ന സമയമാണ്. കൈലാസേട്ടന് വേണ്ടി ആ സമയത്ത് ഞാൻ എൻ്റെ കേട്ടിട്ടുള്ള ഓർമ്മ വെച്ചിട്ട് ശ്രുതി ഒരുപാട് സ്ക്രാച്ചുകളും ഡെമോ ട്രാക്സ് ഒക്കെ പാടിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എടക്കാട് ബറ്റാലിയനില് പിന്നെ ഇട്ടിമാണി ഈ മൂവിയിലൊക്കെ ഞാൻ ട്രാക്സ് പാടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇതും അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു ട്രാക്കായിട്ട് പാടിയാണോ അല്ലെങ്കിൽ ഫൈനൽ അങ്ങനെ എടുത്തു പോയതാണ്? ആക്ച്വലി ജസ്റ്റ് നോക്കാം, കാരണം ഈ പാട്ടിൽ ഭയങ്കര ഹൈ റേഞ്ച് ആയതുകൊണ്ട് ഞാൻ അപ്പൊ തൃശ്ശൂരായിരുന്നു. അപ്പൊ ഒന്ന് എറണാകുളത്തേക്ക് വരും. ആക്ച്വലി നമുക്ക് അങ്ങനെ എറണാകുളത്തേക്ക് വന്നിട്ട് റെക്കോർഡ് ചെയ്തോളൂ, നമുക്ക് അത്രയും ടൈം ട്രാവൽ ചെയ്യാനും ഒക്കെ ടൈം തരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ആക്ച്വലി കുറവാണ്. ദേ ജസ്റ്റ് വാണ്ട് പെട്ടെന്ന് ഇവിടെ അവൈലബിൾ ആയ ആൾക്കാരെ നോക്കുന്നത്. പക്ഷെ കൈലാസേട്ടൻ്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, ഹി നോസ് ഹൗ മച്ച് ഇറ്റ് മീൻസ്. ഇപ്പം എന്നെ പോലത്തെ ഒരു ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വിൽ മീൻ എ ലോട്ട് എന്നുള്ളൊരു സംഭവം നല്ലപോലെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ലൈക്ക് ഹി വാസ് പേഷ്യൻ്റ് ഇനഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തി, അപ്പോഴേക്കും എനിക്ക് വിശന്നു, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി. ആക്ച്വലി ഈ സോങ് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര സമയം എടുത്തു. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 7 hours. കാരണം ലൈക്ക് അത് ആളുടെയും ഒരു റെക്കോർഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് മാക്സിമം നമ്മളുടെ അടുത്ത് അങ്ങനത്തെ ഒരു അപ്രോച്ച് ആണ്, വിച്ച് ഇസ് ഗുഡ്. കാരണം അവസാനം വരുമ്പോൾ നമ്മളുടെ ഏറ്റവും നല്ലൊരു അങ്ങനത്തെ ക്വാളിറ്റി കുറച്ച് പേർക്കുള്ളൂ. ഒന്ന് കൈലാസേട്ടൻ, പിന്നെ എം ജയചന്ദ്രൻ സാറും അങ്ങനെയാണ്. ആദ്യത്തെ പാട്ട് എം ജയചന്ദ്രൻ സാറിന് പ്ലേ ബാക്കിൽ പാടിയോ? അല്ല, ആക്ച്വലി ഒഫീഷ്യലി ഫസ്റ്റ് സോങ് സാവരിയ എന്ന് പറഞ്ഞൊരു സോങ്, പ്രദീപ് ടോം എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർക്കാണ് ഫസ്റ്റ് സോങ് വരുന്നത്. പിന്നെ ആക്ച്വലി അത് കഴിഞ്ഞാൽ കൈലാസേട്ടന് ആണ് പിന്നെ പാടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എം ജയചന്ദ്രൻ സാറിന് വേണ്ടി പാടുന്നത്. കൈലാസേട്ടന്റെ പാട്ട് കഴിഞ്ഞിട്ടാണ് എം ജയചന്ദ്രൻ സാറിന് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം ഇറങ്ങിയത് കൈലാസേട്ടന്റെ പാട്ട് തന്നെയാണ്. വിനീത് ശ്രീനിവാസൻ കുർബാനി എന്ന് പറഞ്ഞ മൂവി. ഇപ്പോ നമ്മള് ഈ പാട്ടുകളുടെ ഒരു മുന്നോട്ട് പോക്ക്, പ്ലേ ബാക്കിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്റെ കൂടെ തന്നെ എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അതിപ്പോ ഒരുപാട് പാട്ടുകൾ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതിയെ തന്നെ വളരെ കാര്യമായിട്ട് അത്ഭുതപ്പെടുത്തിയ ചില പാട്ടുകളും കൂടി കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പഴയ ഏറയില്
ഇപ്പോൾ അച്ഛൻ നന്നായിട്ട് പാട്ട് കേൾക്കുന്ന ഒരാളാണ്, പാട്ട് പഠിക്കുന്നത് ഇഷ്ടമാണ്, മകള് പാടണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അമ്മയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കേൾപ്പിച്ച പാട്ടുകളാവാം, നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് പോയ പാട്ടാവാം, പക്ഷെ കേട്ടിട്ടിങ്ങനെ നമുക്ക് അന്താളിച്ച് നിൽക്കുന്ന പാട്ടുകൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഏതൊക്കെയാണ് ഡിസ്കവർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ പാട്ടുകൾ? ഐ തിങ്ക് ഒരുവിധം മ്യൂസിഷ്യൻസും പറയുന്നൊരു വാക്കായിരിക്കും എ ആർ റഹ്മാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ശിവാജി മൂവിയുടെ ഒരു കാസറ്റ് വാങ്ങി തന്നിരുന്നു. അതിലെ സഹന സാറിൽ തൂതുന്ന പാട്ട് മേ ബി ആ പോയിന്റില് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു സോങ് ആണ്. എന്താ ഒരു പാട്ടും ആ സമയത്ത് അതിന്റെ വിഷ്വൽസും ഒക്കെ, അത് അങ്ങനത്തെ ഒരു സോങ് ആണ്. അതുപോലെ ആക്ച്വലി എ ആർ റഹ്മാൻ സാറിന് ഒരുപാട് സോങ്സ് ഈ അടിയേ അടിയേ അത് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നേ എന്നുള്ളത് എപ്പോഴും ഒരു ഇതാണ്. ആക്ച്വലി അങ്ങനത്തെ കമ്പോസർ എ ആർ റഹ്മാൻ സാറിനും വിദ്യാസാഗർ സാറിൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് പറയാൻ എന്താ പറയാ, ഇങ്ങനെ എടുത്തു പറയാൻ നമ്പേഴ്സ് ഇല്ല. പക്ഷെ ഇവരുടെ സോങ്സ് ആക്ച്വലി പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇളയരാജ സർ ഈ ഇടയായിട്ട് ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഒരു ലേറ്റ് 20s ഒക്കെ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ഇളയരാജ സാറിൻ്റെ സോങ്സിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ. അപ്പൊ ഐ എം ഡിസ്കവറിങ്. കാരണം എത്രയോ പാട്ടുകൾ 10,000, 20,000, 30,000 പാട്ടുകളോളം ആള് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഒരു കോർണർ തൊട്ട് ഞാനിങ്ങനെ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ ആക്ച്വലി. പക്ഷേ നൗ ഐ എം സോ ഒബ്സസ്ഡ് വിത്ത് ഇളയരാജ സാർസ് മ്യൂസിക്. നമ്മൾ തേൻതുള്ളി പറഞ്ഞാണല്ലോ കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ തേൻതുള്ളി ആക്ച്വലി എനിക്കറിയേണ്ടതേ, ഒരുപാട് ഈ തേൻതുള്ളി കേട്ടിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നതും വിളിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം നമ്മളതിൻ്റെ വരികളുടെ കാര്യം ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ തേൻതുള്ളിയുടെ വരികളുടെ കാര്യം പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BK ഹരിനാരായണൻ എഴുതിയ അല്ലേ വരികളാണത്. എൻ്റെ മനസ്സിൽ കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുട്ടിയോട് പ്രണയം ഉണ്ടെങ്കിൽ, ഒരു ആണിനൊരു പെൺകുട്ടിയോട് പ്രണയം തോന്നുമ്പോൾ ആ പെൺകുട്ടി നമ്മളോട് പറയേണ്ട മറുപടികളെല്ലാം തന്നെയാണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ആ പാട്ട് കേട്ടിട്ടൊക്കെ ഒരുപാട് ഫോൺ കോൾസ് വന്നിട്ടുണ്ടോ? അതായത് ആക്ച്വലി സത്യം പറഞ്ഞാൽ വൺ തിങ് അറ്റ് ദിസ് പോയിന്റ് എനിക്ക് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ സോങ് ഒരു പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അത് ഇറങ്ങിയത്. കാരണം എനിക്ക് തോന്നുന്നു കൊത്തുന്നതിന്റെ മൂവി ഐ തിങ്ക് ഞാൻ 2021 ആ സോങ് റെക്കോർഡ് ചെയ്തേ. അത് ഇറങ്ങിയത് 23 മറ്റോ ആണ്. അതോ 2 years ഗ്യാപ്പിലാണ് ആ സോങ് ഇറങ്ങിയത്. അപ്പൊ 2 years മുമ്പ് ഉള്ള ഒരു സോങ് സ്റ്റൈലിന് പിന്നെ അത് റിലീസ് ആവുന്ന ടൈമിൽ ആക്ച്വലി മെയിൻ സ്ട്രീം മൂവിയിൽ അങ്ങനത്തെ ഒരു സോങ് ഉള്ളൊരു ടൈമിലല്ല, കുറച്ചും കൂടി ഒരു മോഡേൺ സൗണ്ടിങ് തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു ഡ്യുവറ്റ് സോങ്, ഒരു ലവ് സോങ് ഇറങ്ങുന്നത്. സോ സത്യം പറഞ്ഞാൽ ദാറ്റ് പോയിന്റ് ഞാൻ വിചാരിച്ച ഒരു റീച്ച് ആ സോങ്ങിന് കിട്ടിയിട്ടില്ല. മേ ബി ഒരു 2 to 3 years ബാക്ക് മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ഒരു മ്യൂസിക് സ്റ്റൈൽ ഫിലിമി ടൈപ്പ് ഓഫ് സോങ് ഉള്ള ഒരു കാലത്ത് ഇറങ്ങിയെങ്കിൽ മേ ബി കുറച്ചും കൂടി ഒരു അപ്രിസിയേഷൻ കിട്ടിയിരുന്നു എന്ന് എനിക്ക്. ഡസന്റ് മീൻ അതിന് ഇതായിട്ടില്ല, പക്ഷെ കുഡ് ഹാവ് ബീൻ. നമ്മൾ അത്രയും സ്നേഹം കൊടുത്തൊരു സംഗതിയാണ് കുറച്ചും കൂടി ആളുകൾ സ്നേഹിച്ചിരുന്നെങ്കിൽ. അതായത് കുറച്ച് കാലം തെറ്റിയെന്ന് പറയുന്നില്ല, പക്ഷെ മലയാളം ഫിലിമിലുള്ള മ്യൂസിക്കിന്റെ ഒരു ചേഞ്ച് ഭയങ്കര ഒരു ചേഞ്ച് അല്ലേ ഇപ്പൊ. വെരി ക്ലോസ് ടു ഇന്റർനാഷണൽ മൂവീസ് അങ്ങനത്തെ. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സോങ് വന്നപ്പോൾ പ്രോബബ്ലി മാസ്ക് ആയി പോയി. നമ്മൾ ഇനിയിപ്പോൾ നേരെ രാഹുലേട്ടന്റെ പാട്ടിലേക്ക് വരണം. കാരണം വിരൽത്തോടും എന്നുള്ള പാട്ടും ആ സിനിമയും വളരെ കാര്യമായിട്ട് ഇപ്പോൾ രാഹുലേട്ടൻ തന്നെ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, രഞ്ജിഷി സഹി ആയിരുന്നു ആ പാട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡിങ് എങ്ങനെയായിരുന്നു? ആ പാട്ട് രാഹുലേട്ടൻ എങ്ങനെയാണത്? രാഹുലേട്ടൻ അത് കഴിഞ്ഞിട്ടാണ് ആടിത്തിരമാല പാടുന്നത്. ആടിത്തിരമാല അത് കഴിഞ്ഞിട്ട് പാടുന്നത്. അപ്പോൾ രാഹുലേട്ടനിലേക്ക് എത്തിയ ജേർണി എങ്ങനെയായിരുന്നു? രാഹുലേട്ടൻ പാട്ട് പറഞ്ഞു. രാഹുൽ ചേട്ടന് ഇതുപോലെ ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഡെമോസ് അയക്കായിരുന്നു. ആക്ച്വലി രാഹുൽ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ എന്തുകൊണ്ട് ശ്രുതി ഇത്രയും നാളെനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തില്ല എന്നാണ്. ഫസ്റ്റ് ലൈക്ക് ഞാൻ എപ്പോ പാടിയാലും എന്തെങ്കിലുമൊക്കെ ഡെമോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ അയച്ചു വിടുമായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇതിപ്പോ പെട്ടെന്ന് ഓക്കെ അങ്ങനെ ഒരു ഡെമോ അയച്ചപ്പോഴാണ് ഈ സോങ്ങിന് വിളിക്കുന്നത്. ഈ സോങ്ങിന് വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ യു ഷുഡ് ഹാവ് ബീൻ ഇൻ ടച്ച്, ലൈക്ക് റെഗുലർലി ബീൻ ഇൻ ടച്ച് ആയിരിക്കണമായിരുന്നു, which I'm a little bit weak. ഞാൻ പാടി ത്രൂ മ്യൂസിക് അല്ലെങ്കിൽ ത്രൂ ക്രാഫ്റ്റ് എനിക്ക് കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ മടിയില്ല. പക്ഷെ ഹായ് ചേട്ടാ സുഖമാണോ വർക്കാവില്ലെന്നല്ലേ, എനിക്ക് വരില്ല അത്. പക്ഷെ എന്താ കാര്യം എന്നറിയാം, ഇപ്പൊ ഞാൻ
അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ചില സമയത്ത് ചില ആളുകളുടെ പേരുകൾ പോലും മറന്നു പോത്രേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശ്രുതി ഇത്ര നല്ല സിംഗർ ആണെങ്കിലും ഒരു ഹായിലായിരിക്കും ചിലപ്പോൾ ഓർമ്മ ഇത് പാട്ട് ശ്രുതിക്ക് കൊടുക്കാം അല്ലേ? അത് ആ നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കുറെ പഠിച്ചു വരുന്നു, എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി ഓൾറെഡി എത്രയോ മുമ്പേ ഞാൻ റിയലൈസ് ചെയ്തു ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരില്ല, വി ഷുഡ് സീക്ക് ഇറ്റ് എന്നുള്ളത്. സോ പക്ഷെ എന്നോട് രാഹുൽ ചേട്ടൻ നമ്മൾ ഫസ്റ്റ് കോൺവെർസേഷനിൽ പറഞ്ഞെന്താണ്, വൈ ഡിഡ്ന്റ് യു ടോക്ക് ടു മീ മച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അപ്രോച്ച് സ്റ്റൈൽ അങ്ങനെയായിരുന്നു. ഡെമോസ് അയക്കുക, നമ്മളധികം ഭയങ്കര പുഷി ആവരുത് എന്നുള്ളൊരു സംഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതിൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് അത് സ്ക്രാച്ച് പാടി, അപ്പോൾ ഒരു ഹമ്മിങ് മാത്രമായിരുന്നു, അതവർക്ക് ഇഷ്ടമായി. എൻ്റെ വോയിസ് ആദ്യമേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല മാത്രമല്ല അത് എനിക്ക് തോന്നുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു സോളോ ആദ്യമായിട്ടാണ് അല്ലെ പാടാൻ ശ്രുതി ആദ്യമായിട്ടല്ലേ? അതും എന്താ പറയുക, രാഹുൽ ഏട്ടന്റെ പാട്ട് അത് ആ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഹിറ്റ് ആവുന്നോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടും എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ശ്രുതിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് പാടിക്കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ? പാടിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ഹിറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആയിരുന്നു പുലർമഞ്ഞു. അതുപോലത്തെ ഒരു പാട്ട് അതേ കമ്പോസറിന് പാടാൻ കിട്ടി. ദാറ്റ് വാസ് ലൈക്ക് ദി ഓൺലി സ്ട്രൈക്കിംഗ് തിങ് ഫോർ മീ. ബാക്കി ഹിറ്റ് അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഇല്ല, അങ്ങനെ ഹോപ്പ്ഫുൾ ആവാൻ പേടിയാണ്. നമ്മളെ വേദനിപ്പിക്കുമെന്നുള്ള. സോ പാടുക വിടുക ഇറങ്ങി ചില സമയത്ത് ഭയങ്കര ഒരു അപ്രിസിയേഷൻ. പക്ഷെ ആ സോങ്ങിന് ആക്ച്വലി ഭയങ്കര ഒരു കമേഴ്ഷ്യൽ ഇതിനേക്കാളും ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് ആണ് എനിക്ക് വന്നത്. ലൈക്ക് ഞാൻ രാത്രി കേൾക്കാറുണ്ട്, എൻ്റെ കുറെ ആൾക്കാർ റിമൈൻഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും മേ ബി ലൈക്ക് 2-3 days ബാക്ക് ഒരു കൺസേർട്ടിന് പോയപ്പോൾ ഒരു ലേഡി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കേൾക്കാത്ത ദിവസമല്ല. അത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ നോക്കി അതിന് മില്യൺസ് ഓഫ് വ്യൂസോ അങ്ങനെയൊന്നും ഇല്ല. ഐ വിൽ നോട്ട് സേ ലൈക്ക് ഇറ്റ്സ് ഒരു ബമ്പർ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അല്ല പാട്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കും തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞ പേഴ്സണൽ കണക്ഷൻ ഭയങ്കരമായിട്ട്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അതായത് ആളുകൾ വീണ്ടും പാടാൻ ആഗ്രഹിക്കുകയും ആളുകൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിലുണ്ടല്ലോ പാട്ട്. അപ്പൊ പക്ഷെ തേൻതുള്ളിയില് ഞാൻ പ്രതീക്ഷിച്ച മെസ്സേജ് വന്നത് തേൻതുള്ളിയില് ഞാൻ ആക്ച്വലി ഐ വാസ് തിങ്കിങ്, കാരണം കൈലാസേട്ടൻ അങ്ങനത്തെ ഡ്യുവറ്റ് സോങ്സ് ഭയങ്കര ഹിറ്റ് ആവുന്ന ഒരു ടൈം ആയിരുന്നു. ഒരുപാട് ചെയിൻ ഓഫ് സോങ്, ജീവാംശമായി, ഹിമമഴയായി, അലരെ, എല്ലാം ലൈക്ക് ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്. അപ്പൊ അത് കഴിഞ്ഞ് തേൻതുള്ളി ഓക്കെ ഐ വാസ് വെരി ഷുവർ. അത് മേ ബി ഒരു 2 years അത് പറഞ്ഞേ, അത് കുറച്ച് കാലം തെറ്റി ഇറങ്ങി. കുറച്ചും കൂടി മുമ്പ് അത് റിലീസ് ആയിരുന്നെങ്കിൽ ആ ഒരു ചെയിൻ ഓഫ് സോങ്സിൽ അത് പെടുമായിരുന്നു എന്നുള്ള ഫീലിംഗ് ഐ ഹാവ് ഇറ്റ്. പക്ഷേ ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഐ തിങ്ക് ഇറ്റ് കുഡ് ഹാവ് ബീൻ ലൈക്ക് ദാറ്റ്. അതെ, എന്തായാലും നമുക്ക് വേണ്ടി ഇപ്പൊ പറഞ്ഞ വിരൽ തൊടുമിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ 1-2 വരികളോ നമുക്ക് വേണ്ടി പാടി കേൾപ്പിച്ചാൽ വളരെ സന്തോഷം. ഇതാ തിരഞ്ഞിതാ ആരേ താരേ പടരും ആരോ മറന്ന രാവിലെ നിലാവിലെ വെണ്മേഘമായി ചേരാതിലെ സത്യം. അതിങ്ങനെ ആ പാട്ടിനെ നമ്മള് വീണ്ടും പല്ലവി എടുത്ത് പാടാത്തൊരു എൻഡാണല്ലോ അത്. അങ്ങനെ ഒരു അബ്രപ്റ്റ് എൻഡിങ് തോന്നും. അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും ഫസ്റ്റ് കേൾക്കുമ്പോഴേ നമ്മൾ വീണ്ടും എനിക്കും അങ്ങനെ എനിക്കും ഇതെന്താ ചേട്ടാ ഇത് ഇങ്ങനെ ഇത്രേ ഉള്ളൂ എന്ന് അവസാനം. അപ്പൊ എന്തോ പറഞ്ഞു കേട്ടോ, അല്ല എന്തൊക്കെയോ മ്യൂസിക് വരും പറഞ്ഞു. അവസാനം നോക്കിയപ്പോ ഇത് അങ്ങനെ തന്നെയാണോ അവസാനിക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു കോഡൊക്കെ മാറ്റുന്നതൊക്കെ ഞാൻ അന്ന് ചോദിച്ചു. പക്ഷെ അത് പറഞ്ഞാൽ നമ്മള് രാഹുലേട്ടൻ മാജിക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ നിർത്തിയതാണ് ആ പാട്ടിന് ഏറ്റവും വലിയ മാജിക്. അത് ആൾക്കാർക്ക് ഇഷ്ടമായി എന്നുള്ളത് സർപ്രൈസ്. ഞാൻ കരുതിയത് ഒരു കോമായിട്ട് നിർത്തിയ പോലെ. അല്ല, ഈ പറഞ്ഞ പോലെ ഈ കോമയേക്കാൾ കൂടുതൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സാധനം പടത്തിലുണ്ടല്ലോ. അങ്ങനെ ഒരു എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ആയിരിക്കും മേ ബി അവരുടെ തലയിൽ കൂടി കടന്നു പോയിരിക്കുക. മറ്റൊരു കമ്പോസറിന്റെ പേര് കൂടി ശ്രുതിയുടെ
ഡിസ്കോഗ്രഫിയിൽ നോക്കേണ്ടത് കാണാൻ പറ്റുന്നത് ജി വി പ്രകാശ് കുമാറാണ്. അത് ആക്ച്വലി ഒരു വമ്പൻ ഭാഗ്യം തന്നെയാണ്. അതായത് നമ്മൾ മലയാളികൾ നോക്കിക്കാണുന്ന, ഇപ്പം നേരത്തെ എ റഹ്മാൻ്റെ കാര്യം പറഞ്ഞു, വിദ്യാജിയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അതേപോലെ നമ്മൾ നോക്കി, അല്ലെങ്കിൽ എന്താ പറയണേ, നമ്മൾ വീണ്ടും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറെ കമ്പോസേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാരിസ് ജയരാജ്, ജി വി പ്രകാശ് കുമാർ, അനിരുദ്ധ്, ഇതൊക്കെ നമ്മുടെ ഇതിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് ജി വി പ്രകാശ് കുമാറിന്റെ അടുത്തേക്ക് അമരനിലേക്കൊക്കെ എത്തുന്നത്? എങ്ങനെയാണ് അത്? ഈ പറഞ്ഞ പോലെ ഡെമോ അവിടെ കേട്ടെത്തിയതാണോ അല്ലെങ്കിൽ? അല്ല, ഡെമോ ഉണ്ട്. ആക്ച്വലി അശ്വിൻ സത്യ എന്ന് പറഞ്ഞ ജി വി പ്രകാശിന്റെ ഒരു ലീഡ് പ്രോഗ്രാമർ, ആള് ഇവിടെ കൊച്ചി ബേസ്ഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തങ്കളാൻ തന്നെ മൂവി തൊട്ട് കോറസ് സെഷൻസ് കുറേയൊക്കെ കൊച്ചിയിലെടുത്ത് തുടങ്ങി. ഇദ്ദേഹം ഈ അശ്വിൻ സത്യ എന്ന് പറഞ്ഞ ആള് ഇവിടെ കൊച്ചി ബേസ്ഡ് ആയതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് അങ്ങനത്തെ മ്യൂസിക്കൽ സംഭവം, എനിക്ക് കൂടുതൽ എപ്പോഴും ചെന്നൈയിലെ സിംഗേഴ്സും കോറസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഇന്നുകൂടി എനിക്ക് ജി വി പ്രകാശിന്റെ കോറസിന്റെ ഇത് വന്നു, വർക്ക് വന്നു. ഇപ്പോഴും ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യാ, സോ ആ തങ്കളാൻ മൂവി തൊട്ട് they started incorporating മലയാളി സിംഗേഴ്സ് ആൻഡ് അവർക്കത് ഭയങ്കര സർപ്രൈസിങ് ആയി. ഇത്രയും ക്വാളിറ്റിയുള്ള സിംഗേഴ്സ് കേരളത്തിലുണ്ടോ ഹൂ ക്യാൻ പുൾ ഓഫ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഫ്ലോയില് ഈ അമരൻ്റെ ലാംഗ്വേജ് ചേഞ്ചസ് ഒക്കെ ചെയ്യണ സമയത്ത് ഈ അശ്വിനും പിന്നെ സഞ്ജയ് എന്ന് തന്നെ രണ്ടുപേരും പറഞ്ഞു ഇവിടുത്തെ സിംഗേഴ്സിനെ കുറച്ച് പേരെ ട്രൈ ചെയ്യാം. അങ്ങനെ അവർ ഡെമോസ് അയച്ച് അവര് ഇഷ്ടപ്പെട്ട ആൾക്കാരെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദീസ് പീപ്പിൾ. മുഴുവൻ ക്രെഡിറ്റും ഡെമോക്ക് കൊടുക്കാൻ പറ്റില്ലെന്നല്ലേ? അതെ, തീർച്ചയായും നമ്മളുടെ ഡെമോ ആരെയും അയച്ചു കൊടുക്കണ്ടേ, ഇവരാണ് അതിന്റെ റീസൺ. പക്ഷെ അവിടുന്ന് അപ്രൂവൽ വന്ന വോയിസസ് തന്നെയാണ് പാടുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയാണ് ഇവിടുത്തെ സിംഗേഴ്സ് പാടാൻ തുടങ്ങിയതും. ആൻഡ് എനിക്ക് കുറേ സോങ്സ് ലാംഗ്വേജ് ചേഞ്ചസ് ആണെങ്കിലും അല്ലാതെ എനിക്ക് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു ബി എ പാർട്ട് ഓഫ് സോ മെനി സോങ്സ്. ഞാൻ മനസ്സിലാക്കുന്നത് കന്നഡ പാടി, മലയാളം പാടി, തെലുഗു പാടി, ഹിന്ദിയും പാടി. എന്താ വേണ്ടത്? അതൊരു ഫ്ലോയിൽ അവര് ഒരു ലാംഗ്വേജ് പാടി, ഓക്കെ, ഇപ്പൊ അപ്പൊ പിന്നെ അതേ വോയിസ് തന്നെ എടുത്താൽ മതി. അങ്ങനെ ഒരു ഫ്ലോയിൽ അവര് ഇത്ര നേരം നമ്മൾ ചിരിച്ചു കളിച്ചിരുന്നോണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് 2019 ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് ഔട്ടായിട്ട് ഇനി കുറച്ചടത്തേക്ക് പാട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോവാം തീരുമാനിച്ചു പോയൊരു ശ്രുതി ശിവദാസ് ഉണ്ട്. ആ ഒരു ശ്രുതി ശിവദാസിൽ നിന്നും ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പാട്ടുകളും സിനിമ പാട്ടുകളൊക്കെ പാടുന്ന ഒരു ശ്രുതി ശിവദാസ് ഉണ്ട്. ഷിഫ്റ്റ് എങ്ങനെയുണ്ട്? അങ്ങനെ നല്ലൊരു ഷിഫ്റ്റ് ഉണ്ടോ ഷിഫ്റ്റ് മൈൻഡ് വൈസ്? അല്ലെങ്കിൽ മൈൻഡ് വൈസ് ഒരു കാര്യം ഉള്ളത് ഇപ്പോഴും ഐ സീ ലൈക്ക് യുനോ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു എവിടെയോ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ചെയ്യണേക്കാളും ഇനിയും ചെയ്യാം എന്നുള്ള. സോ അങ്ങനെ ഒരു ചില സമയത്ത് ഇറ്റ്സ് എ കേഴ്സ്. പക്ഷെ അതുകൊണ്ടാണ് ഐ സ്റ്റക്ക് ഓൺ. അന്ന് ഞാൻ ഗിവ് അപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഡീപ്പ് ഇൻസൈഡ് എനിക്ക് ഇത് തന്നെ ഇവിടെ തന്നെ എത്തണം എന്നായിരുന്നു. പക്ഷെ അന്ന് ഇത്തിരി ഒരു മനസ്സ് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടു കോംപ്ലെക്സ്. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോണത് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ കോമൺ പീപ്പിൾ ടു ഫിഗർ ഔട്ട്. പിന്നെ ഇത് വർക്കാവില്ലെങ്കിൽ ഇത് വർക്കാവില്ല, ഇത് വർക്കാവില്ലെങ്കിൽ ഒന്നും വരില്ല. സോ ആ ഒരു പോയിന്റിൽ അങ്ങനെ ഞാൻ ജോലിക്ക് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിക്ക് കയറിയതാണ്. പക്ഷെ എങ്ങനെയാലും നമ്മളെ തലവര പോലെ അന്നത്തെ ഇന്നത്തെയും ഐ വോണ്ട് ടു ഡു മോർ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഇസ് കീപ്പിംഗ് മീ ഗോയിങ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ സങ്കടപ്പെട്ടിട്ടുണ്ടാവും, സെൽഫ് ഡൗട്ട് ചെയ്തിട്ടുണ്ടാവും. സോറി, ഒരു കാര്യം ആഡ് ചെയ്യാം. സ്കിൽ വൈസ്, അതായത് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് വൈസ് ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2019 ടു ഇപ്പോഴത്തെ ഒരു 7 years അത് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് മൈ മൈൻഡ് സെറ്റ് ഇസ് സെയിം. നമുക്ക് എന്തായാലും നമുക്ക് ഇതിനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ആണ് കൂടുതൽ. പക്ഷെ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു തോറ്റ് കൊടുക്കണ്ടെന്നൊരു തീരുമാനം അവിടെ എടുത്തതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ശ്രുതിയെ കേൾക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായ ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വേണ്ട ഞാൻ പറയാനായിട്ട്. That's so sweet. കാരണം എന്താ അറിയോ, അവിടെ നിന്ന് ചിലപ്പോൾ ജോലിക്ക് വരുന്നത് ചിലപ്പോൾ
ഇപ്പം ഈ നമ്മൾ ഇത്ര ആഘോഷമായിട്ട് പറഞ്ഞ പാട്ടുകൾ വേറെ ആരുടെയെങ്കിലും ശബ്ദത്തിൽ ഞാൻ കേൾക്കേണ്ടി വന്നതിന് വേറെ ആരെങ്കിലും ഞാൻ മുമ്പിൽ സംസാരിക്കേണ്ടി വന്നേനെ. തലവര അതുപോലെ നടക്കുള്ളൂ നമ്മള്. അതാ പറഞ്ഞ. അപ്പൊ കോവിഡ് വന്നു. ആക്ച്വലി എൻ്റെ അച്ഛൻ അപ്പോഴും ഖത്തറിലായിരുന്നു. അച്ഛനെ കുറേ അങ്ങോട്ട് ജോലിക്ക് വിളിക്കാൻ കുറേ ശ്രമിച്ചു. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ CV റെസ്യൂമെ അയച്ചതാ. പക്ഷെ അപ്പൊ ലോക്ക്ഡൌൺ വന്നു, കോവിഡ് വന്നു, റീൽ ട്രെൻഡ്സ് ആയി, റീൽസ് പാടിയിട്ടു, MJ സാർ വിളിച്ചു. ഇറ്റ് വാസ് മെന്റ് ടു ഹാപ്പൻ. അതാണ് ഞാനതാ ചോദിക്കാൻ വന്നത്. അതായത് ഇത്രയും നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ രാത്രി ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം. അവിടെ നിന്നിട്ട് ഇങ്ങനൊരു ഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തേണ്ട ഇടം തന്നെയാണ് അല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വലിയ വലിയ എഴുത്തുകാരൊക്കെ അതിനെക്കുറിച്ച് വലിയ വലിയ വരികൾ പറയും. ഇപ്പോൾ ആൽക്കമിസ്റ്റിലൊക്കെ നമ്മൾ വായിച്ചിട്ട് നമ്മൾ എത്തും, പക്ഷെ നമ്മുടെ വഴി തന്നെയായിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ നമുക്ക് നന്ദി പറയാനായിട്ട് തോന്നിയ കുറെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ MJ സാറിന്റെ പേര് പലപ്പോഴും ശ്രുതി പറഞ്ഞിട്ടുണ്ട്. സാറ് ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് സാർ വിളിക്കുന്നു, ആ പാട്ട് വിനീത് ശ്രീനിവാസന്റെ കൂടെ ഉള്ള പാട്ടിന്റെ കാര്യമൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും നന്ദി പറയാനായിട്ട് തോന്നിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇരിക്കും. അതായത് നിങ്ങളവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നത്. അങ്ങനത്തെ ആക്ച്വലി ഡെഫിനറ്റ്ലി എനിക്ക് കൈലാസ് ചേട്ടൻ്റെ പേര് ഡെഫിനറ്റ്ലി പറയണം. കാരണം എനിക്ക് മാത്രമെന്നല്ല, ആ ഒരു ടൈമിൽ ഉള്ള ഒരുപാട് സിംഗേഴ്സിന് ഒരു ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കണ ഒരാള് നമുക്ക് അറ്റൻഷൻ, നമ്മളുടെ അടുത്ത് ഒരു അറ്റൻറ്റീവ് ആവുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കവേഴ്സിന് ഒരു റെസ്പോൺസ് തരുന്നു. ഇറ്റ് വാസ് എ ഹ്യൂജ് ഡീൽ. അത് ഹി ഡിഡ് ഇറ്റ് സോ വെൽ. ആ സമയത്ത് എനിക്ക് പേഴ്സണലി ആണെങ്കിലും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യാനോ, ഒരു പക്ഷേ എനിക്കൊരു എന്താ പറയാ, ഒരു റേ ഓഫ് ഹോപ്പ് എന്ന് പറയണ, നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. നമ്മൾ പുറകെ നടക്കുന്നതിന്റെ അകത്ത് നമുക്കൊരു ഷോൾഡറിൽ ഒരു പാറ്റെങ്കിലും വേണം നമുക്ക്. തീർച്ചയായും. പിന്നെ ഡെഫിനറ്റ്ലി എൻ്റെ പാരൻസ്, പിന്നെ എൻ്റെ പാർട്ട്ണർ, അവരൊക്കെ എല്ലാവരും എന്നെ നല്ലപോലെ, പാർട്ട്ണറിൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവാണ്. ദർ ഇസ് അതിൽ ഒരു എന്താ പറയുക, ദർ ഇസ് നോ ടേണിംഗ് ബാക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നോട് തന്നെ കാരണം ഐ ബിലീവ്ഡ്, ഞാൻ എനിക്കിപ്പോഴും ഞാൻ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡായി എനിക്കിപ്പോഴും ഐ വോണ്ട് അഗ്രി ടു ദാറ്റ്. പക്ഷേ ഞാൻ ഐ തിങ്ക് ഐ സ്റ്റുഡ് ബൈ മൈസെൽഫ് എല്ലാ കാലത്തും അലോട്ട്. അത് ഞാൻ തന്നെയാണ്. മേ ബി ആരോട് എൻ്റെ പാരൻസിനോട് ചോദിച്ചാലും അവർ ചിലപ്പോൾ പറയായിരിക്കും നീ തന്നെയാണ്. ബിക്കോസ് ഐ വാസ് വെരി എൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ ഉണ്ട് ദാറ്റ് ഐ ക്യാൻ ഡു മോർ. അതായത് നമ്മളെങ്കിലും നമ്മളോട് പറയണമല്ലോ. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പാവമായിട്ടിരിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെ എന്ന് പറയുന്നതിന്റെ വേറൊരു വരി പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ കറക്റ്റാണ്, ഇഷ്ടമായി അത് പറഞ്ഞത്. ഇപ്പോൾ ശ്രുതി ഒരുപാട് ജോണർ ഓഫ് മ്യൂസിക് കേൾക്കുന്ന ആളാണ്, ഹിന്ദുസ്ഥാനി പഠിക്കുന്നു, ഈ പറഞ്ഞ അക്കപ്പല്ല ചെയ്യുന്നുണ്ട്. ശ്രുതിയിൽ എവിടെ ഒരു കമ്പോസർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ശ്രുതിക്ക് തോന്നിയിട്ടുണ്ട്? ഉണ്ട്, കുറെ പേര് പറയാറുണ്ട്. എനിക്കൊരു കമ്പോസിങ് സെൻസ് ഉണ്ട്. ആൻഡ് അത് ഞാൻ ഈ പറഞ്ഞ ചെറിയ പ്രൊക്രാസ്റ്റിനേഷൻ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ ഞാനൊരു സംഭവം ചെയ്യും, എടുത്തു വയ്ക്കും, വേണ്ട ഇതാക്കും, അങ്ങനെ 2-3 വർഷമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ചെയ്യും, മാറ്റി വയ്ക്കും അങ്ങനെയായിരുന്നു. പക്ഷെ ദിസ് ഇയർ ഐ വിൽ ഡെഫിനറ്റ്ലി പുട്ട് ഔട്ട് സംതിങ്. ഒരു ഇൻഡി അല്ലേ? അത് എന്താണ്, പ്ലാൻ ആയോ, തുടങ്ങിയോ, എഴുത്ത് നടക്കുന്നു? ഞാൻ അതിന്റെ ഒരു ചെറിയൊരു സ്ക്രാച്ച് വേർഷൻ റെഡി ആയിട്ടുണ്ട്. ശ്രുതി എഴുതുന്നു എനിക്ക് ഇല്ല, ഞാൻ ഈ ചെറിയ ഹമ്മിങ്സിനൊക്കെ ഒരു പണ്ടൊരു കവറിന്റെ കഥയില്ലേ? അയ്യോ, അത് കണ്ടിട്ട് കുറെ പേര് എനിക്ക് വർക്കായിട്ട് വന്നു, ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഞാൻ ലിറ്ററേച്ചറിൽ വളരെ മോശം. അത് വന്ദനത്തിന്റെയും പിന്നെ 1-2 കിലുക്കത്തിലേക്ക് BGMന്റെ ലിറിക്സ്, പ്രേമത്തിലെ BGM, അങ്ങനെ BGM സ്പെഷ്യലിസ്റ്റ് ആണെന്ന് BGM എടുത്ത് അതൊരു കുറച്ച് നാള് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ആ സമയത്ത് അത് കുറെ പേരൊക്കെ കണ്ടിരുന്നു. അതെ, ഓക്കെ. അപ്പോ ലിറിക്സ് ഞാനായിരിക്കില്ല, പ്രോബബ്ലി ഞാൻ ചിലപ്പോ തമിഴിലാവും ചെയ്യാം. അപ്പൊ അതിന് എനിക്ക് ഒട്ടും അറിയില്ല. നമ്മളെന്തായാലും ഒരു വിദഗ്ധ അഭിപ്രായമൊക്കെ എടുത്തിട്ട് അല്ലേ പോകുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു തിരിച്ച് നമ്മൾ ആഴിത്തിരമാലയിലേക്ക് വരണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതും ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ബസ്റ്റർ അല്ലാത്തൊരു പാട്ടാണ്. പക്ഷെ കുറെ പേര് റീൽസിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത്, അതായത് 2 പേര് ബൈക്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് 2 പേര് ചിരിച്ച് സന്തോഷം കിട്ടും, അങ്ങനെ കുറെ റീൽസ് വന്നിട്ടുണ്ട്, സ്റ്റോറീസിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടാവും. അതിന്റെ കൂടെ പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് അതിൻ്റെ അകത്ത് പാടിയിരിക്കുന്ന വെസ്റ്റേൺ ടച്ചസ് ആണ്. അത് രാഹുലേട്ടൻ അങ്ങനെ പാടാൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ ശ്രുതി അങ്ങനെ ഇട്ടപ്പോൾ അത് ഓക്കെ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാണോ? ആക്ച്വലി രാഹുൽ ചേട്ടന്റെ ഒരു മ്യൂസിക് സ്റ്റൈല് എനിക്ക് പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ കുറേ കാര്യങ്ങൾ രാഹുൽ ചേട്ടൻ പറയാതെ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലൈക്ക് സമ്മർ എനിക്ക് ആളുടെ മനസ്സിൽ എന്താ ഉദ്ദേശിക്കണേ എന്ന് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കമ്പോസേഴ്സിൽ ഒരാളാണ്. അപ്പോൾ അത് ആദ്യം ഞാൻ ഭയങ്കര വെസ്റ്റേണിഷ് ആക്കി പാടണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത്. അത് ആഴിത്തീരമാ എന്നൊക്കെ അത് ഞാൻ കുറച്ച് അങ്ങനെ പാടി. വേണ്ട വേണ്ട വെസ്റ്റേൺ ആക്കി പാടിക്കോ, വെസ്റ്റേൺ ആക്കി പാടിക്കോ. അപ്പൊ പിന്നെ നമ്മളത് ആഡ് ചെയ്യാം. ചേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐ ഹാവ് കുറേയൊക്കെ രാഹുൽ ചേട്ടൻ്റെ ഒരു മ്യൂസിക് എന്താണ് ഉദ്ദേശിക്കണതെന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ രണ്ടുപേരി ലോല വിരലാ നിലാവുരുകി ഭാവുകം ദാരരരാ തലോടും നിദാനമേ ആഴിത്തിരമാല അകമാകെ നിറയെ ഞാൻ അതവിടെ മുട്ടണം അല്ലേ? അവിടെ ടച്ച് ചെയ്താലാണ് കാര്യമുള്ളൂ. മുട്ടിയെന്ന് വിചാരിക്കുന്നു. രാഹുലേട്ടൻ സ്റ്റാമ്പുള്ള ഒരു പാട്ടും കേട്ടിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നത് എ ആർ റഹ്മാന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഗാന്ധി ടോക്സിലെ പാട്ട് അതും ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ സംഭവിച്ച ഭയങ്കര വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് അത്. അത് എ ആർ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ പോയി അങ്ങനെയാണോ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ? റെക്കോർഡ് ചെയ്തത് സാറിന്റെ പഞ്ചത്തൻ സ്റ്റുഡിയോ. ഭയങ്കര അത് ശരിക്കും അന്തസ്. ഹ്യൂജ്. അത് എങ്ങനെയായിരുന്നു സാർ? അത് സാറിന്റെ അസിസ്റ്റൻസ് പറഞ്ഞു തരുന്നു. എങ്ങനെയായിരുന്നു സംഭവിക്കുന്നത്? പ്രോസസ് എങ്ങനെയായിരുന്നു? ശ്രീകാന്ത് ഹരിഹരൻ എന്ന് പറഞ്ഞ പാട്ടുകാരൻ. ശ്രീകാന്ത് അവിടുത്തെ മലയാളം എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് കോർഡിനേഷൻ എന്തോ ചെയ്യുന്നത്. ലാംഗ്വേജ് സൂപ്പർവൈസർ. ലാംഗ്വേജ് സൂപ്പർവൈസർ ശ്രീകാന്ത്. പിന്നെ അരവിന്ദ് ക്രെസൻഡോ. ഇവർ രണ്ടുപേരാണ് അവിടുത്തെ മലയാളം ലാംഗ്വേജ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ ഞാൻ പറയാത്തൊരു കാര്യം വെച്ചാൽ ചെറിയ എനിക്കൊരു അറബിക് ബാൻഡ് ലൈനപ്പ് ഒക്കെ ഉണ്ട് ചെറിയ. അപ്പോൾ കുറച്ച് അറബിക് സിംഗിങ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവം കേട്ടപ്പോൾ ഈ സോങ്ങിന് ചെറിയ അറബിക് ചില ന്യൂൻസസ് ഉണ്ട് ഈ സോങ്ങിൽ. കാൽച്ചിലമ്പിൻ താളം താളം കാറ്റോടറിയുകയോ ഉൾമിടിപ്പിൻ വേഗം വേഗം ഒന്നോടുയരുകയോ കാൽച്ചിലമ്പിൻ താളം താളം കാറ്റോടറിയുകയോ ഉൾമിടിപ്പിൻ വേഗം വേഗം ഒന്നോടുയരുകയോ. അപ്പൊ ആ അത് ആക്ച്വലി ഇത് ഓൾറെഡി ശ്രേയ ഘോഷാൽ ഓൾറെഡി അത് പാടി വെച്ചതാണ്. അപ്പൊ ഈ അറബിക് ന്യൂൻസസ് പാടാൻ മലയാളം ലാംഗ്വേജ് കൂടി ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ നോക്കി വിളിച്ചതാണ്. ഏത് എങ്ങനെയാണ് എന്നെ ഓർത്ത് വിളിച്ചത്? ഐ തിങ്ക് ഞാൻ ഇനിയും ചോദിച്ചപ്പോൾ ശ്രീകാന്ത് തന്നെ അടിക്കാൻ വരും. ഹൗ ഡിഡ് യു ഈവൻ തിങ്ക് ഓഫ് മീ അറ്റ് ദാറ്റ് പോയിന്റ്? കാരണം ചെന്നൈയിൽ ഇത്രയും പാട്ടുകാരുള്ളൊരു നാട്ടിൽ നിന്നിട്ട് ഈ തോട്ട് ഓഫ് കോളിങ് മീ, ഞാൻ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഈ പാട്ട് പാടാൻ വിളിച്ചത് ലൈക്ക് അയ്യോ ഭയങ്കര. അത് ആക്ച്വലി എൻ്റെ ഒരു ഫോൺ ഇടയിൽ മിസ്സായി. അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വിച്ച് ഐ തോട്ട് ഇത് ഇറങ്ങുകയാണെങ്കിലാ. പക്ഷെ അപ്പോഴേക്കും എൻ്റെ ഫോൺ മോഷണം പോയി, ആ വീഡിയോസ് ഒക്കെ പോയി. ഈ അറബിക് ബാൻഡ് എന്ന് പറഞ്ഞില്ലേ, അത് കൊച്ചിയിലുണ്ടോ ബാൻഡ് അല്ലെങ്കിൽ ഖത്തർ? കൊച്ചി ബേസ്ഡ് ആണ്. ഒരു ആർട്ടിസ്റ്റ് മാത്രം, ഒരു ഇറാനിയൻ ദഫ് പ്ലെയർ ഉണ്ട് ഹംത, അവര് മാത്രം പുനെയിലാണ്. ബാക്കി എല്ലാവരും കൊച്ചി, ട്രിവാൻഡ്രം. അപ്പൊ എന്തായാലും ശ്രുതി ഒരുപാട് സന്തോഷം. നമ്മൾ ഈ പറഞ്ഞ ഇൻസ്പയർ ചെയ്ത ആളുകളെ കുറിച്ച് സംസാരിച്ചു. ഹിറ്റായിട്ടുള്ള ശ്രുതിയുടെ ശ്രുതിയുടെ കരിയറിൽ തന്നെ നമ്മളെല്ലാ കാലവും ഇങ്ങനെ ഓർത്തു വെക്കുന്ന കുറേ പാട്ടുകളെ പറ്റി പറഞ്ഞു. എ ആർ റഹ്മാൻ സാറിൻ്റെ കാര്യം പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഇനിയും നമ്മൾ ഇരിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഹിറ്റ്സും കൂടി പാടിക്കേണ്ട നമ്മൾ വീണ്ടും ഇരിക്കുന്നതായിരിക്കും. അതെ, അങ്ങനെ ആവട്ടെ. ഇനി എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു വെരി മച്ച്.